അച്ഛൻ മേസ്തിരി അന്വേഷിച്ചാണ് വന്നത്. ഇപ്പൊ മോൻ മേസ്തിരി ആയിരുന്നാലും മതി. പഴയ വണ്ടി എടുക്കുമ്പോ ഇങ്ങനെ വർഷാപ്പ് മേസ്തിരിമാരെ കൊണ്ടുപോയി എടുക്കണമെന്നുള്ള നാട്ടു നടപ്പ്. സത്യം. അപ്പൊ എനിക്ക് നല്ലൊരു വണ്ടി എടുക്കും തരണം. പിന്നെ ഇതിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ എനിക്ക് ചമ്മലാണ്. പുതിയ ആൾക്കാരോട് വിലയൊക്കെ വെച്ചൊന്ന് ശരിയാക്കി തരണം. ചമ്മലെന്ത് എന്താ എനിക്ക് പുതിയ ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാർക്ക് സംസാരിക്കാൻ ഒരു ചമ്മൽ. അതൊട്ടും പാടില്ല. ഈ ചമ്മൽ എന്ന് പറഞ്ഞ സാധനം പണ്ട് എനിക്കും ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് എനിക്ക് ചമ്മലായതുകൊണ്ട് എന്റെ കൂട്ടുകാരൻ തെണ്ടിയെ വിളിച്ചോണ്ട് അവനാണ് ഫുൾ അവിടെ സംസാരിച്ചത്. എന്നിട്ട് ഇപ്പൊ അവരിപ്പം കാട്ടാക്കട ഭാഗത്തോടെ വാടാക്കി വീട് താമസിക്കുന്നത്. അവർക്ക് 3 മാസമായെന്ന് തോന്നുന്നു. നമുക്ക് വണ്ടി നോക്കാം. മഹേഷേ, എടാ വണ്ടിക്ക് എഞ്ചിൻ പണിയാടാ, ആകെ തെണ്ടിയിരിക്കുകയാണ്. ഇന്നൊരുത്ത് നോക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞപ്പോ ഞാൻ ഒന്ന് തുടച്ചു വെക്കട്ടെ ഏട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. ശരി ശരി. ഇതാണല്ലേ വണ്ടി? നിങ്ങൾക്ക് ചോദിക്കാൻ ചമ്മലായതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ഓടിച്ചു നോക്കി എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഞാൻ പറയാൻ വില, എന്നിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ? വണ്ടി കൊടുക്കാനുള്ളത് ഞാൻ വർഷാപ്പിലെ മേസ്തിരിയാണ്. എനിക്ക് വണ്ടി ഫുള്ള് ചെക്കപ്പ് ചെയ്തിട്ട് വേണം പുള്ളിക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. കേട്ടാ? വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടു. കളറുള്ളാം, നല്ല കളറ്. അണ്ണാ വണ്ടി കൊള്ളാം, നല്ല ഡിസൈൻ. കളറല്ല, വണ്ടി ഓടിച്ചു നോക്കാം. ഓടിക്കാനൊക്കെ എനിക്കറിയാം. എനിക്കൊരു വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം. എത്രയാണ് അതിന്റെ റേറ്റ്? ഞാൻ വർഷാപ്പിൽ നിന്ന് വന്നതാണ്. നീ മാറില്ല അങ്ങോട്ട്. വർഷാപ്പ് ബ്രേക്കൊക്കെ ഉണ്ട്. എനിക്കിത് മതി. എനിക്ക് വണ്ടി വേണം. എടുത്തോ, ഇന്ന് തന്നെ കൊണ്ടുപോകണം. എനിക്ക് കൊണ്ടുവയ്ക്കോ. എത്ര വേണം? 50 രൂപ. അണ്ണാ, ഇത് 50,000 രൂപയ്ക്കൊന്നും ഇല്ല. നീ ഇവിടെ മാറിയില്ലേ? എനിക്കെല്ലാം അറിയാം. ഇത് കമ്മീഷൻ അടിക്കാനുള്ള പരിപാടി. കമ്മീഷൻ നമുക്ക് തമ്മിൽ ഡീൽ ചെയ്യാം. ഇതിലൊന്നും അവനെ ഉൾപ്പെടുത്തണ്ട. ഞാൻ വർഷോപ്പ്. നീ മേസ്തിരിയുടെ മോഹല്ലേ? അല്ല, മേസ്തിരി ഒന്നുമല്ലല്ലോ. ഈ വണ്ടി ഞാൻ ആർക്കും കൊടുക്കൂല. മഹേഷേ, എടാ 10 രൂപയ്ക്കുള്ള വണ്ടി 50 രൂപ എന്തെങ്കിലും എടുത്ത വാങ്ങിട്ട് പോടാ. നീ വാ, നമുക്ക് ചെലവുണ്ട്. ഹലോ, കൊച്ചു മേസ്തിരി അല്ലേ? നമ്മൾ രാവിലെ വാങ്ങിയ വണ്ടി ഉണ്ടല്ലോ, വഴിയിലായി, സ്റ്റാർട്ടാകുന്നില്ല, തള്ളിയിട്ട് പോലും അനങ്ങുന്നില്ല. അങ്ങനെ തന്നെ വേണം. വർഷാപ്പിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് അപമാനിപ്പിച്ച് വിട്ടതല്ലേ? അനുഭവിച്ചോ? അത് പിന്നെ മേസ്തിരി രാവിലെ പറഞ്ഞ കഥയുണ്ടല്ലോ, കൂട്ടുകാരൻ പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണിനെയും കൊണ്ടുപോയാ. അതുപോലെ വണ്ടിയും കൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. ഇപ്പൊ കുഴിയിൽ വീണതുപോലെ ആയി. ഓ, അങ്ങനെ നിങ്ങൾ വീണതാണോ? കുഴിയിലാണ്. അവൻ വീണതുണ്ടല്ലോ, പടുകുഴിയിൽ. പടുകുഴിയില്ല.回飞，回飞，回飞，回飞。